ഞങ്ങളെ കുടുംബത്തിൽ 4 പേരെ കാണാനില്ല. ഈ 4 പേരെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഒരു വിവരവും അവരടുത്തില്ല. സൗമ്യ, ഗോപാലൻ, വർഷ, വൈഷ്ണവ് ഇവരില്ലാതെ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകുക? അവരുണ്ടോ ഇല്ലേ, അവരെവിടെയാണ് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെ പോകുക ഇവിടുന്ന്? ഞങ്ങൾ 15 പേരും വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് മോർച്ചറിയും എല്ലാ സ്ഥലവും തിരയുകയാണ് ഞങ്ങളവരെ. ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകൂ? അവർക്ക് ചെയ്യാനുള്ളതെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണ്ട. അവർ ജീവനോടുണ്ടോ, എവിടെയാണ് ഉള്ളത് ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. വീട് എവിടെയായിരുന്നു? ഞങ്ങളെ വീട് പുഞ്ചിരിമട്ടം. നിങ്ങൾ കല്യാണം കഴിച്ച് ദേവാലയിൽ കൊടുത്തതാണ്. ഏത് ഭാഗത്താണ്? അതായത് ഈ ചൂരൽമല ഭാഗത്താണോ? മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. നിങ്ങളുടെ വീടിന് അടുത്തേക്ക് ഈ മലവെള്ളപ്പാച്ചിൽ വന്നിരുന്നോ? ഫുൾ മലവെള്ളപ്പാച്ചിൽ വന്നിട്ടുണ്ട്. അതിൽ കുടുങ്ങിയെന്നാണ് അടുത്തുള്ളവരൊക്കെ പറയണത്. അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരെ ഇനി കിട്ടിയിട്ടില്ല, എന്താണെന്ന് ഒരു അറിഞ്ഞിട്ടില്ല. പക്ഷെ അവളെ കൂടെ അവരെ കൂടെ 3 ഫാമിലി ഉണ്ടായിരുന്നു. അവരെ കൂടെ ആ 3 പേരിൽ അവര് പകുതി പേര് മരിച്ചു. ഇവരെ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല. ആരൊക്കെയാണ്? എന്റെ ചേച്ചിന്റെ ഭർത്താവ്, 2 കുട്ടികള്, ഇരട്ട കുട്ടികളാണ് രണ്ടും. നിങ്ങൾ എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, ഞങ്ങൾ ദേവാലയായിരുന്നു. ദേവാലയം നിന്ന് ഇത് അറിഞ്ഞിട്ട് വന്നതാണ് ഞങ്ങള്. അങ്ങനെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ചേച്ചി എവിടെയായിരുന്നു വീട്? ദേവാലയാണ്. ഞാൻ ഇവിടെ നാത്തുവാണ്. അപ്പൊ അവരെ ആരും കണ്ടറിഞ്ഞാത്ത കൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. ഇതുവരെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, എല്ലാ ഫോട്ടോയും എല്ലാം കൊടുത്തു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു ഇതും ഇല്ല നമ്മൾക്ക്. എന്താ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല. ഇന്നും കൂടി ഇതായിപ്പോയി. ഇനി ഇവിടെ പുറത്തുനിന്ന് കുറേ ബാഡി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നലെ വന്നതിലൊക്കെ നോക്കി, അതിലൊന്നും ഇല്ല. അപ്പം എന്താണെന്ന് ഒന്നും അറിയുന്നില്ല. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഇത് നമ്മളെ സ്വന്തക്കാർ തന്നെയാണോ, ഇവര് നമ്മളെ തന്നെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ വിധത്തിലായിട്ടുണ്ട്. നമ്മൾ ആരെയെ കാണിക്കുക? വേറെ ആരെങ്കിലും കൊണ്ടുപോയി കാണിക്കുവോ? ദൈവം ഇത് നമ്മളെ സ്വന്തം തന്നെയാണോ, വേറെ ആരെങ്കിലും ആണോ എന്നുള്ളൊരു പേടി വരെ അത് കാണുമ്പോൾ. മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല.